പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ദിനങ്ങളിൽ വചനത്തെ മനസ്സിൽ ധ്യാനിച്ചപ്പോൾ ഉള്ളിൽ ഉയർക്കൊണ്ട ഒരു ചിന്ത പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അമ്മയുടെ ആലയത്തിൽ അമ്മയുടെ സ്നേഹപൂർവമായ ചിന്ത തന്നെ ആദ്യം ഉള്ളിൽ ഞാൻ സൂക്ഷിക്കുകയാണ്. രക്ഷാകര പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ ദൈവം ഗബ്രിയേൽ ദൂതനോട് പറഞ്ഞുവിട്ട വചനം പരിശുദ്ധ അമ്മയിൽ അന്വർത്ഥമാകുന്നത് ലൂക്ക 1:35 വചനമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ സഹരക്ഷകയായിട്ട് മാറുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ ആവസിക്കും. ഈ ആത്മാവിൻ്റെ നിറവോടുകൂടെയാണ് പരിശുദ്ധ അമ്മ സഹരക്ഷകയായിട്ട് മാറുന്നത് എങ്കിൽ എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ ഈ ആത്മാവിൽ നയിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ ചൈതന്യത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നൊക്കെ പരിശുദ്ധ അമ്മ പറഞ്ഞു വെക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ആ ആത്മാവിൻ്റെ ചൈതന്യത്തോടുകൂടെ അമ്മ ജീവിക്കുന്നു എന്ന് വേണം ചിന്തിക്കാനായിട്ട്. ഈ ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളൊരു നിമിഷം അടച്ച് കരങ്ങളൊന്ന് കൂപ്പി ഹൃദയത്തിലൊരാഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ വചനത്തെ ഉള്ളിൽ സ്വീകരിച്ച് രക്ഷകനെ ലോകത്തിന് പ്രദാനം ചെയ്ത് രക്ഷാകര പ്രവർത്തനത്തിൽ സഹരക്ഷകയായ അമ്മയെ നെഞ്ചിലേറ്റ് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിക്കുവാനും അതുവഴി ദൈവികമായ ശക്തി അഭിഷേകവും ഞങ്ങളിലൂടെ മറ്റനേകരിലേക്ക് പകർന്നു കൊടുക്കുന്ന ചൈതന്യം ഞങ്ങളുടെ ഉള്ളിൽ പേറാനും ഞങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെയും ദീർഘദർശികളെയും പൂർവ്വപിതാക്കളെയും ദൈവിക വ്യക്തികളെയും നയിച്ചതുപോലെ തന്നെ ഈ കാലയളവുകളിൽ അനേക വിശുദ്ധരിലേക്ക് രക്തസാക്ഷികളിലേക്ക് ദൈവിക ചൈതന്യം പകർന്നു കൊടുക്കുന്നത് പോലെ ഈ നാളുകളിൽ അനേക മക്കളിൽ വചനം കേൾക്കുമ്പോൾ ഒരാത്മാവിൻ്റെ നിറവ് പകർന്നു കൊടുക്കുന്നത് പോലെ തന്നെ ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്കും നിറയണമേ. ഈ വചനം ശ്രവിക്കുന്ന വഴിയിൽ തന്നെ ചില നന്മയുടെ തീരുമാനങ്ങൾ എടുത്ത് പ്രാവർത്തികമാക്കുവാൻ ഒരഭിഷേകം ഞങ്ങളിലേക്ക് നിറയട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, അമലോത്ഭവയായ കന്യകയെ, പാപക്കറയശാതെ ജീവിച്ച അമ്മയെപ്പോലെ ആത്മാവിൽ നിറഞ്ഞ അഭിഷേകത്തിൻ്റെ പ്രസരിപ്പോടെ ജീവിക്കുവാൻ ദൈവമാതാവേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ആദ്യ നാളുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 10 വർഷങ്ങൾക്കപ്പുറത്ത് ഒരിടവകയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അഭിമന്യ പിതാവിൻ്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ആ ഇടവകയിൽ ഒരു ദേവാലയമില്ല, ഒരു ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ളതായ മറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു കൊച്ചച്ഛൻ വികാരിയായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ചൂരും തീക്ഷ്ണതയൊക്കെ പ്രത്യേക ഒന്നാണ്. അപ്പോൾ അന്ന് ആ ഒരു സന്തോഷത്തോടു കൂടെ ആ ഒരു തീക്ഷ്ണതയോടുകൂടി ശുശ്രൂഷ ചെയ്യുക. സംഘടനകളെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാക്കാനും എന്തെല്ലാം കാര്യങ്ങൾ ഓരോ സംഘടനകൾക്ക് ചെയ്യാവോ, ഇടവകയിൽ ചെയ്യാവോ, അതെല്ലാം ചെയ്യാനായിട്ടുള്ള തീക്ഷ്ണമായ പരിശ്രമമുണ്ട്. ഞാൻ ഓർക്കുന്നത്, പലപ്പോഴും ഒരാത്മീയതയുടെ തലം അറിയാതെ എന്നിൽ വിട്ട് ഇടവകയുടെ സംഘടനകളുടെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധി, അതിലുള്ള മത്സരങ്ങൾ, അതിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത് ഏറ്റവും മെച്ചപ്പെട്ടതാകുക, ഫൊറോനയിൽ
രൂപതയിലൊക്കെ ഏറ്റവും മെച്ചപ്പെട്ടതായ ഒരു സംഘടനയാക്കി പലതിനെയും വളർത്തുക. ഈ ലക്ഷ്യത്തോടൊക്കെ പരക്കം പാഞ്ഞ് നടന്ന് കുട്ടികളുടെ പരിശീലനങ്ങൾ, മുതിർന്നവരുടെ പരിശീലനങ്ങൾ, കലാപരിപാടികൾ ഒരുക്കുക, പലതരത്തിലുള്ള കാര്യങ്ങൾ സംവിധാനം ചെയ്യുക, ഇങ്ങനെയൊക്കെ പല തിരക്കുകൾക്കിടയിൽപ്പെട്ട് നടന്നൊരു കാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുക. ആ സമയത്താണ് അഭിമന്യ പിതാവ് ഒരു ദേവാലയ നിർമ്മാണം എന്നെ ഭരമേൽപ്പിക്കുന്നത്. ചെറിയൊരു ഇടവക, 100ഓളം വീട്ടുകാർ മാത്രം. സാമ്പത്തികമായ വലിയ പരാധീനത ഇടവകയിലുണ്ട്. ഒരു പള്ളിപണി തുടങ്ങാൻ മാത്രം നീക്കുബാക്കിയൊന്നുമില്ല. ആ ഒരു ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. പക്ഷേ എങ്ങനെ അത് ആരംഭിക്കും, എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് എനിക്ക് അറിവില്ലാതിരുന്നിട്ടും പിതാവിൻ്റെ താല്പര്യവും ഇടവക്കാരുടെ താല്പര്യവും ഒരുമിച്ച് ചേർന്നപ്പോൾ ഞാൻ ആ കാര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുക. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഇതെങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. ഭൗതികമായ കാഴ്ചപ്പാടാണ് ആ നാളുകളിലൊക്കെ കൂടുതലായിട്ട് എന്നെ ഭരിക്കുന്നത്. കുർബാനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആത്മാവ് എന്തു പ്രേരിപ്പിക്കുന്നു, ദൈവം എന്നിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു എന്നത് അന്വേഷിക്കാൻ ഒരു മനസ്സെനിക്കുണ്ടായിട്ടില്ലെന്ന് ഞാൻ ഓർക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദേവാലയത്തിൻ്റെ പണിയൊക്കെ തുടങ്ങി. ഇതിൻ്റെ ആദ്യത്തെ മണ്ണ് നീക്കാൻ ആരംഭിച്ചത് തന്നെ മുഴുവൻ കല്ല. അപ്പോഴാണ് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്ത് പരിശുദ്ധാത്മാവിനോട് പണ്ട് വീട്ടിൽ പ്രാർത്ഥിക്കുന്ന കാര്യം ഓർക്കുന്നുണ്ട്, കടുപ്പമുള്ളതൊക്കെ മയപ്പെടുത്തണം. അപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവെ വേറെ വഴിയൊന്നുമില്ല, ഇത് മുഴുവൻ കട്ടിയാ, മുഴുവൻ കല്ല, എന്നാ ചെയ്യാൻ പറ്റുന്നത്, ഇതൊക്കെ ഒന്ന് മയപ്പെടുത്തി തരണം. ഞാൻ ഇടവകെ പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിച്ചു, മുഴുവൻ കല്ല, അതുകൊണ്ട് കടുപ്പമുള്ളതൊക്കെ മയപ്പെടുത്തുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, അങ്ങനെ ആത്മാവിൻ്റെ പ്രേരണ, ഒരു ആത്മാവിൻ്റെ ചിന്ത ആദ്യമായിട്ടുള്ളിൽ സൂക്ഷിക്കുന്നത് ഈ കാര്യത്തിലൂടെയാണെന്ന് ഓർക്കുക. സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തതായ സ്ഥിതിവിശേഷമുണ്ട് പള്ളിയിൽ, കൂടുതലൊന്നും എടുക്കാനൊന്നുമില്ല. ഞാനിങ്ങനെ അസ്വസ്ഥപ്പെട്ട് ചിന്തിച്ചു. അപ്പോൾ ഇന്ന് പിതാവിനോട് ഈ കാര്യത്തെക്കുറിച്ച് പങ്കുവച്ചു. പിതാവ് പറഞ്ഞു, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഫണ്ട് സ്വരൂപിച്ചു വേണം ദേവാലയ നിർമ്മാണങ്ങളൊക്കെ നടത്താൻ. അച്ഛൻ പ്രാർത്ഥിച്ചു തുടങ്ങുക, അപ്പോൾ ദൈവം എന്തെങ്കിലുമൊക്കെ വഴി തുറന്നു തരും. അങ്ങനെയാണ് സത്യത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ഓരോ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. ആ ദേവാലയത്തിൻ്റെ ആദ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് നീക്കുമ്പോൾ ചില അവസരങ്ങളിൽ ദിവസങ്ങളോളമുള്ള ആരാധനയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഈ ആരാധനയും പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിലിരുന്നുള്ള ഉപാസനയും ആരംഭിച്ചപ്പോൾ എൻ്റെ ജീവിതത്തെ ദൈവത്തിന് മുമ്പിൽ ശാന്തമായിട്ട് ഒന്നിരിക്കാൻ ഞാൻ അനുവദിച്ചു കൊടുത്തപ്പോഴാണ് ആത്മാവ് എൻ്റെ ഉള്ളിനെ പ്രേരിപ്പിക്കാനായിട്ട് തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെച്ചത്, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുമെന്ന്. ഞാൻ ഓർക്കുകയാണ്, പിന്നീട് മുമ്പോട്ടുള്ള ആ ദേവാലയത്തിൻ്റെ നിർമ്മിതി മുഴുവൻ ഒരു ആത്മീയ വീക്ഷണത്തോടെ, ചൈതന്യത്തോടെയാ. കാരണം ആത്മാവ് നൽകുന്ന ഒരു പ്രകാശം ഉള്ളിൽ സ്വീകരിച്ച് പല പ്രവൃത്തികൾ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ, പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ സ്ഥലമായിട്ട് അത് രൂപാന്തരപ്പെട്ടു തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ചെയ്തിട്ടുള്ള പല പ്രവൃത്തികളും ക്രിസ്തു സ്നേഹത്തിലല്ല, മറിച്ച് ഭൗതികമായ ചില കാഴ്ചപ്പാടോടുകൂടെയാണ് എന്ന് ചിന്തിക്കാനായിട്ട് പര്യാപ്തമായിട്ട് തീർന്നത് ആ നാളുകളിൽ ആത്മാവ് നൽകിയൊരു വെളിച്ചത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവിനെ എൻ്റെ ഉള്ളിൽ ഞാൻ പേറാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യതിരക്തത എൻ്റെ ജീവിതത്തിലുണ്ടാകും. എത്രയോ പേരെ ആത്മാവ് ഇന്ന് ഈ വിധത്തിൽ നയിക്കുന്നു. ഇന്ന് ആത്മീയ മേഖലകളിൽ വ്യാപരിക്കുന്ന എത്രയോ വ്യക്തികളെ അവരുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ അവൻ ഗലീലിലേക്ക് വന്നു എന്നൊക്കെ പറയുന്നത് എന്തൊരു ഹൃദ്യമായിട്ടാണ് ഇന്ന് അനുഭവപ്പെടുക. കാരണം ആത്മാവ് നയിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായം 26-ാം വചനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഈ സഹായകനാണ് ആത്മാവ് എന്നതൊക്കെ തിരിച്ചറിയുന്നതും വെളിപ്പെട്ട് കിട്ടുന്നതും ചില ബലഹീനമായ അവസ്ഥകളെ അവിടുത്തെ മുമ്പിൽ ഒന്ന് അടിയറ വെക്കാൻ തയ്യാറാകുമ്പോഴാണ്. പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ബലഹീനത നമ്മളെക്കാൾ ശക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ബലഹീനമായ തലങ്ങളൊക്കെ ഒന്ന് സമർപ്പിക്കാൻ, അത് ഏത് പാപം ആയിക്കോട്ടെ, ഏത് തഴക്കദോഷം ആയിക്കോട്ടെ, ഏത് വിധത്തിലുള്ള പ്രതിസന്ധി ആയിക്കോട്ടെ, പഠിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കളുടെ ജീവിതത്തിലെ പഠന മേഖലകളായിക്കോട്ടെ, അതല്ല
ഒന്നിനും ഒരു ഉയർച്ചയില്ലാതെ തകർന്നു കിടക്കുന്ന ജീവിതം ആയിക്കോട്ടെ, ചില രോഗങ്ങളായിക്കോട്ടെ, ചില കഷ്ടതയായിക്കോട്ടെ, ജീവിതത്തിൽ ചില പാപത്തിൻ്റെ അടിമത്തത്തിൽ നാളുകളായിട്ട് കഴിയുന്ന വ്യക്തികളായിക്കോട്ടെ, അവരുടെയൊക്കെ ജീവിതങ്ങളിൽ ആത്മാവിൻ്റെ പ്രേരണയ്ക്കൊന്ന് വിട്ടുകൊടുക്കാനായിട്ട് മനസ്സാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യസ്തത നമ്മൾ ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറം. ഏത് ബലഹീനതകളിലും ആത്മാവ് നമ്മളെ സഹായിക്കും പ്രിയപ്പെട്ടവർ. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ആത്മാവിൽ നമ്മൾ ശരണപ്പെടാനായിട്ട് മനസ്സായാൽ ആത്മാവ് നമ്മളെ നയിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരിടവക ധ്യാനം നടത്തപ്പെടുന്ന അവസരത്തിൽ ഞാൻ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തെ സ്വീകരിക്കാനായിട്ട് മനസ്സില്ലാത്ത ഒരു ജനത ഇരിക്കുകയാണ്. അവർ കണ്ണൊക്കെ തുറന്ന് കാതൊക്കെ കൂർപ്പിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു വചനം പ്രസംഗിക്കുന്ന വ്യക്തിക്കറിയാം ഇത് എത്രമാത്രം സ്വീകാര്യമായിട്ട് മാറുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഹൃദയം കഠിനമാക്കി ഒരു മറുതലിക്കുന്ന ഹൃദയത്തിൻ്റെ അവസ്ഥ അനുഭവേദ്യമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതായ വചനത്തെ അതീവ തീക്ഷ്ണതയോടെ ഞാൻ പങ്കുവയ്ക്കുമ്പോഴും അത് സ്വീകരിക്കാൻ സാധിക്കാതില്ലാത്ത അടഞ്ഞ ഒരു ഹൃദയത്തോടു കൂടി ഇരിക്കുന്ന ഒരു ദൈവജനം. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ആ സമൂഹത്തെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി, നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം, ഒരു ഗാനം പാടി പ്രാർത്ഥിക്കാം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താമെന്ന് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചു, ഒരു ഗാനം പാടി പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ കൂടെയുള്ള പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ള ഏതാനും സഹോദരങ്ങളുണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു, ഈ ജനം വചനം സ്വീകരിക്കാൻ സാധിക്കാത്ത വിധം ഹൃദയം അടച്ചു കളഞ്ഞിരിക്കുന്നവരാ. അതുകൊണ്ട് നിങ്ങൾ അതീവ തീക്ഷ്ണതയോടെ ഈ സമയത്ത് ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. അതീവ തീക്ഷ്ണതയും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാൻ മനസ്സുള്ള ആ സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? അപ്പം തന്നെ ആരും കാണാതെ മുറ്റത്തിറങ്ങി കുറേ ബേബി ജില്ലി അതും ആരിക്കൊണ്ട് വന്നു. എന്നിട്ട് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന സ്റ്റേജിൻ്റെ ഇരുവശങ്ങളിലും അവർ പേപ്പറിലത് നിരത്തി ആ ഒരു മിറ്റിലിൻ്റെ പുറത്ത് ആ ബേബി ജില്ലിയുടെ മേൽ അവരെല്ലാവരും മുട്ടുകുത്തി നിന്ന് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. സ്നേഹമുള്ളവരെ, 5-10 മിനിറ്റ് കഴിഞ്ഞില്ല, ദൈവജനം മുഴുവനും ഈ വചനത്തെ സ്വീകരിക്കുന്ന അഭിഷേകമുള്ള വ്യക്തികളായിട്ട് രൂപാന്തരപ്പെട്ടു. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുമ്പോൾ ഉള്ള വ്യത്യാസം ഇതാണ്. കാരണം ആ സമയത്ത് ആത്മാവ് പ്രേരിപ്പിച്ചു. ഈ ദൈവജനം ഈ വിധത്തിൽ ഹൃദയം മന്ദീഭവിച്ചവരാണ്, അസ്വസ്ഥ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ഒരു ദൈവികമായ കൃപ ലഭിക്കാൻ, അവരുടെ ഹൃദയം തുറക്കാൻ ത്യാഗം ചെയ്തുള്ള പ്രാർത്ഥന അനിവാര്യമാണ്. ഈ പ്രേരണ ഉള്ളിൽ തോന്നിയപ്പോഴാണ് തൽക്ഷണം തന്നെ ഈ തീരുമാനമെടുക്കാനായിട്ട് സാധിച്ചത്. അതിൻ്റെ വ്യത്യസ്തതയാണ് കണ്ടത്. എന്ത്? ആ ദൈവജനം മുഴുവൻ മിനിറ്റുകൾക്കുള്ളിൽ വചനം സ്വീകരിക്കുന്ന വ്യക്തികളായിട്ട് രൂപാന്തരപ്പെട്ടു. സ്നേഹമുള്ളവരെ, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുമ്പോഴുള്ള വ്യത്യസ്തത ഇതാണ്. എത്രമാത്രം ഈ ലോകത്തിൻ്റെ വശീകരണത്തിലും അതിൻ്റെ വശ്യതയിലും നമ്മൾ വ്യാമോഹിച്ച് അതിനടിമപ്പെട്ട് ജീവിക്കുന്നു, കൃപ നഷ്ടപ്പെടുക. അതാണ് റോമാലേഖനത്തിൻ്റെ 12-ാം അധ്യായം 2-ാം വചനത്തിൽ പൗലോസിലേക്ക് ഓർമ്മിപ്പിക്കുന്ന നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, എന്നിട്ട് പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, നല്ലതും പ്രീതികരവും പരിപൂർണവുമായതെന്തെന്ന് വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. എന്താണ് നമുക്ക് പലതിനെ തിരിച്ചറിയാൻ പറ്റത്തില്ലാത്തത്? എന്തുകൊണ്ടാണ് പലതിനും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് നന്നായിട്ട് പോകാൻ പറ്റാത്തത്? ബാക്കി കാരണമൊന്നുമില്ല. കാരണം ഇത്രേ ഉള്ളൂ, ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങുന്നില്ല. ഈ നാളുകളിൽ പല കുടുംബാംഗങ്ങളും ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുന്നില്ല. പല യുവതി യുവാക്കളും പലതരത്തിലുള്ളതായ മ്ലേച്ഛതയിലും അശുദ്ധിയിലും തിന്മയിലും ലഹരിക്കും അടിമപ്പെട്ട് ജീവിക്കുമ്പോൾ, പ്രേമവും തെറ്റായ ബന്ധങ്ങളും ഒക്കെ ടൈം പാസും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, ഈ ലോകത്തിന്റെ വശ്യതകളിൽപ്പെട്ട് കൂട്ടുകെട്ടുകൾപ്പെട്ട് ലഹരിക്കും മറ്റു തിന്മകൾക്കും അടിമപ്പെടുമ്പോൾ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നില്ല. ആ ആത്മാവിനെ പുറന്തള്ളിക്കളയുക. അതാണ് ദാവീദ് കേഴുന്നത്. 51-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുത്. ആത്മാവ് പോയാൽ സകലതും നഷ്ടമായെന്ന് തിരിച്ചറിയുന്ന ഒരു രാജാവ്. ദാവീദിന് ആ ഒരു ഹൃദയം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പലതരത്തിലുള്ള പാപത്തിന് അടിമപ്പെട്ടപ്പോൾ പോലും ആ രാജാവിൻ്റെ ഉള്ളിൽ ആത്മാവ് നഷ്ടപ്പെടാത്ത ഒരു ചൈതന്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ തിരിച്ചറിവുണ്ടായത്. എന്തുകൊണ്ടാണ്? പലതരത്തിലുള്ളതായ തിന്മയിലും ലോകമോഹങ്ങളിലും അതിൻ്റെ അശുദ്ധിയിലും വ്യാപരിക്കുന്ന അനേകം മക്കൾക്ക് ഒരു പ്രത്യേക കോപ സ്വഭാവം. മാതാപിതാക്കളെ അനുസരിക്കാൻ പറ്റത്തില്ല, അധ്യാപകരെ അനുസരിക്കാൻ പറ്റത്തില്ല, സഭയെ അനുസരിക്കാൻ പറ്റത്തില്ല. അതിനോടെല്ലാം ഒരു പ്രത്യേക എതിർപ്പ്. ആത്മീയ കാര്യങ്ങളിൽ ലെവലസ് താല്പര്യമില്ല, കൂദാശയില്ല, കുർബാന സ്വീകരണമില്ല, കുമ്പസാരിക്കാൻ കഴിയല. ഈ വക കാര്യങ്ങളൊക്കെ തരം താഴ്ന്ന ഒരു ജീവിത ശൈലിയായിട്ട് കാണുമ്പോൾ ഈ ലോകത്തിൻ്റെ വശ്യതകളും അതിൻ്റെ കൂട്ടുകെട്ടുകൾ, മദ്യപാനം, മധുരോത്സവം, മറ്റു തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങൾ, പ്രേമങ്ങൾ, അശുദ്ധമായ കാഴ്ച, അശുദ്ധമായ കേൾവി, കൂട്ടുകെട്ടുകൾ, ഈ തരത്തിൽ അടിമത്തത്തിലായിരിക്കാനായിട്ട്, അതിനെ ആശ്ലേഷിക്കാനായിട്ട് വല്ലാത്ത മനസ്സ്. ചിന്തിക്കണം, ആത്മാവ് നഷ്ടപ്പെട്ട ജീവിതമായത്. ഇന്ന് അനേകർ നശിക്കുന്നുണ്ട് ഈ വിധത്തിൽ. യുവതി യുവാക്കൾ മാത്രമല്ല, പല കുടുംബങ്ങളിലും ദാമ്പത്യ അവിശ്വസ്തതയുടെ
മുളയെടുക്കുന്നതിന് കാരണം എന്താണ്? വേറൊന്നുമല്ല, ഈ കാരണം കൊണ്ട് തന്നെയാ. ആത്മാവ് നഷ്ടപ്പെട്ടു പോയൊരു ജീവിതത്തിൽ വചനം നഷ്ടപ്പെട്ടതാ, ക്രിസ്തു നഷ്ടപ്പെട്ടതാ, ചൈതന്യം നഷ്ടപ്പെട്ട ഒരു ജീവിതമാ. അതുകൊണ്ട് ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കണം. ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കണം. ആത്മാവ് എന്നിൽ ജീവിക്കണം. പൗലോസ്ലീഹ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 25-ാം വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. സുന്ദരമാണത്. ആത്മാവിൽ ജീവിക്കുക, ആ വ്യക്തിയാണ് ആത്മാവ് വ്യാപരിക്കുന്ന വ്യക്തിയായിട്ട് മാറുക. ആ വ്യക്തിക്കാണ് ആത്മാവിനെ പകർന്നു കൊടുക്കാനായിട്ട് പറ്റുക. എൻ്റെ ജീവിതത്തിൽ ആത്മാവ് വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ആത്മാവ് പകരുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ പറ്റുക. ദാനിയേലിന്റെ പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിൽ 44 സൂസന്ന ഒരു പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി എന്ന് വചനത്തിൽ വായിക്കുമ്പോൾ നമ്മൾ ആഴപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതാത്മാവിനെയാ? പരിശുദ്ധമായ ആത്മാവിനെ. സ്നേഹമുള്ളവരെ, ആത്മാവ് എന്നിൽ ഉണരണമെങ്കിൽ എന്ത് വേണം? എന്നിൽ ആവശ്യമായ ഒന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധി. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മളൊക്കെ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് ചില വ്യക്തികൾക്ക് ഒരു കൃപയുടെ ജീവിതം സാധ്യമാകാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ചിലർ പറയുന്നത് എനിക്കൊന്നും നിലനിൽക്കാൻ പറ്റുന്നില്ല? ഈ ധ്യാനകേന്ദ്രത്തിൽ ആദ്യ ദിനങ്ങളിലൊക്കെ പലരും അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധിയാണ്. ധ്യാനത്തിനൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി. കാരണം എന്താണ്? വചനം കേൾക്കാൻ അവർക്ക് പറ്റുന്നില്ല, അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കൃപയുള്ള അനേക വ്യക്തികൾ കരങ്ങൾ ഉയർത്തി ചങ്കുപൊട്ടി കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില മക്കൾക്ക് ഒട്ടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവർ അത്ഭുതത്തോടെ നോക്കിക്കും, ഇത് എന്താ ഈ ഒച്ച ഉണ്ടാക്കുന്നത്, എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? കാരണം എന്താണ്? അവർ നാളുകളായിട്ട് ലോകത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്നവരാണ്. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ ജഡത്തിൻ്റെ ആത്മാവ് നയിക്കുന്നവരാണ്. പൗലോസ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം 13-ാം വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഗനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ഈ നാളുകളിൽ ജഡത്തിൻ്റെ ദുരാത്മാവിനെ ജയിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഗനിക്കണം. ഒരു ദേവാലയത്തിൽ ഒരല്പം ത്യാഗം സഹിച്ച് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള പ്രേരണകൾ ആത്മാവ് നൽകുന്നതാണ്. ഒരു നോമ്പെടുക്കാൻ, ഉപവസിക്കാൻ, കൊച്ചു കൊച്ചു പ്രായശ്ചിത്തങ്ങൾ ചെയ്യാൻ, ഒരു ദശാംശം പങ്കിടാൻ, ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ, ഒരു പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, ഒരു കൂദാശ സ്വീകരിക്കാൻ ആരാ പ്രേരണ നൽകുന്നത്? ആത്മാവാ. ഈ പ്രേരണയ്ക്ക് വഴങ്ങാതെ തൻ്റെതായ അഹങ്കാരത്തിൽ നടന്നിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എനിക്ക് അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, എന്നെ ആർക്കും തൊടാൻ പറ്റത്തില്ല എന്നുള്ള അഹങ്കാരത്തിൽ മകളെ നീ ജീവിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ജീവിതത്തിൽ ഇതുകൊണ്ടൊന്നും അധികനാൾ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ചറിയണം, ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? ആത്മാവിൻ്റെ പ്രേരണ. ആ ആത്മാവിൻ്റെ പ്രേരണയ്ക്ക് ഞാൻ വഴങ്ങാനായിട്ട് മനസ്സാകുന്നിടത്താണ് ഒരു ദൈവിക അവബോധം എന്നിൽ നിറയുക, ഓരോ കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള ബോധ്യം എന്നിൽ ഉണ്ടാവുക. ഈ കാലഘട്ടത്തിൽ ഈ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെ തിരിച്ചറിവോടുകൂടെ ആത്മാവിൽ വ്യാപരിക്കാൻ എനിക്ക് സാധിക്കുന്ന അവിടെയാ. അതുകൊണ്ട് ഇന്നുവരെ ജീവിതത്തിൽ ഒരു തെറ്റായ മനോഭാവത്തിൽ മുമ്പോട്ട് പോയിട്ടുണ്ടോ? ഈ സമയം മുതൽ ഒരു തീരുമാനം എടുത്ത് എന്നെ ഇനി ആത്മാവ് നയിക്കണം, ഞാൻ ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ നയിച്ചതുപോലെ തന്നെ ഓരോ കാലയളവുകളിലും പൂർവ്വപിതാക്കളെയും പ്രവാചകന്മാരെയും ദീർഘദർശിയെയും ഒക്കെ നയിച്ചതുപോലെ തന്നെ എൻ്റെ ജീവിതത്തെയും ഈ ആത്മാവ് നയിക്കും. രക്തസാക്ഷികളുടെ ജീവിതത്തിലേക്ക് ആത്മാവ് ഒരു പുതു ചൈതന്യ അഭിഷേകം പകർന്നു കൊടുത്തതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആത്മാവ് ഒരു അഭിഷേകം പകർന്നു തരും. ഈ ബോധ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ആത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കും, സംശയമില്ല. കാര്യത്തിൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നോളം പലതരത്തിലുള്ള പാപത്തിനടിമപ്പെട്ട് ആത്മാവിൻ്റെ പ്രേരണകളെ മുഴുവൻ നിർവീര്യമായി കളഞ്ഞിട്ടുണ്ടോ? സാരമില്ല. ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കുക. എനിക്ക് ഈ വിധത്തിൽ പോയാൽ പോരാ, എനിക്ക് ആത്മീയ കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനത്തിലൊക്കെ പങ്കുചേരണം, എനിക്ക് നന്നായിട്ട് പശ്ചാത്തപിച്ച് ഒന്ന് കുമ്പസാരിക്കണം, എനിക്ക് എൻ്റെ ജീവിതത്തെ ഒന്ന് വിശുദ്ധീകരിക്കണം. കാരണം ഈ ലോക ജീവിതത്തിൽ ഞാൻ എൻ്റെ ഈശോയോട് കൂടെ ആത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് പോയില്ല എങ്കിൽ എനിക്ക് നിത്യസമ്മാനം എന്നുള്ളത് എന്നേക്കുമായി നഷ്ടപ്പെടുന്നതാണ്. ഈ തിരിച്ചറിവ് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളൊന്നടച്ച് കരങ്ങളൊന്ന് കൂപ്പി ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതം മുഴുവനെ സമർപ്പിക്കുകയാണ്. ജഡത്തിൻ്റെ ഒരുപാട് വ്യാപാരങ്ങൾക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട്.
ലോകമോഹങ്ങളുടെ വശ്യതയിൽപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ തിന്മയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട്. ഓരോന്നും മിഥ്യയായിരുന്നുവെന്ന്, വ്യർത്ഥമായിരുന്നുവെന്ന് ഈ നിമിഷങ്ങളിൽ തിരിച്ചറിയുന്നു. കൊച്ചു സന്തോഷങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് എന്നിലെ ദൈവിക സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വില അറിയാതെ പോയിട്ടുണ്ട്. ദൈവമേ, എല്ലാത്തിനും മാപ്പ് ചോദിക്കുന്നു. എൻ്റെ അലസത, എൻ്റെ ഉള്ളിലെ ലോകത്തോടുള്ള ആസക്തി, എന്നിലെ അശുദ്ധിയുടെ രൂപികൾ, എൻ്റെ ഉള്ളിലെ വചനം വളരാതെ നശിച്ചു പോയപ്പോൾ ദൈവമേ, ഞാൻ തിരിച്ചറിയുക, ആത്മാവ് എന്നിൽ നിർവീര്യമായി. ആത്മാവിനെ എന്നിലേക്ക് പകർന്നു തരണമേ. ഒരു അഭിഷേകത്താൽ എൻ്റെ ജീവിതത്തെ നിറയ്ക്കണമേ. ഒരു ചൈതന്യത്താൽ എൻ്റെ ഉള്ളിനെ നിറയ്ക്കണമേ. രണ്ട് കരങ്ങളും എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിമിഷം ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരാത്മാവിൻ്റെ ജ്വലനം എന്നിൽ സംഭവിക്കണമെന്ന് ഹൃദയത്തിൽ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ജീവിതം നയിക്കാനായിട്ടുള്ള ഒരു ശക്തി എന്നിൽ നിറയണമെന്ന് ആഗ്രഹിക്കാം. ആത്മാവെന്നിൽ വസിക്കാൻ, നിർവീര്യമായ ആത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് നിറയാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾ ആരെങ്കിലും ആത്മാവിൽ നയിക്കപ്പെടാതെ ലോകത്തിൻ്റെ രൂപികളിലും അതിൻ്റെ വശ്യതകളിലുമായിരിക്കുന്നുണ്ടോ? അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ശൂന്യമായ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മോഹങ്ങളും ദാഹങ്ങളും ഏറെയുള്ള ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും ഇപ്പോൾ ശക്തമായി നിറയണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, അവിടുന്ന് മാത്രം നയിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, പുതിയ ഉണർവ് നിറയട്ടെ, പുതിയ ശക്തി വ്യാപരിക്കട്ടെ, ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. ഓരോ ഹൃദയങ്ങളിലേക്കും ഇപ്പോൾ തന്നെ ഒരു ശക്തി നിറയട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. ജെറമ്യാ 30:8 അന്നിൻ്റെ കഴുത്തിലെ നുകം ഞാൻ ഒടിക്കും, കെട്ടുകൾ പൊട്ടിക്കും. ഈ വചനത്തിന് അത്ഭുതകരമായ ശക്തിയാൽ അനേകരുടെ ജീവിതങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന ജഡത്തിന്റെ അരൂപികളോടും ലോകമോഹങ്ങളുടെ വശങ്ങളുടെ കെട്ടുകളും യേശു നാമത്തിൽ അഴിയപ്പെടുത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഒരു പുതു ചൈതന്യമായി നിറയണമേ, ഒരു പുത്തൻ അഭിഷേകമായി നിറയണമേ. ആത്മാവ് നിറയുന്നു. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പുതു അഭിഷേകം നിറയുന്നു, ഒരു പുതുപ്രകാശം നിറയുന്നു. തിന്മ വിട്ടൊഴിയുന്നു, അസ്വസ്ഥ നീങ്ങുന്നു, അശുദ്ധി നീങ്ങുന്നു, ജഡമോഹങ്ങൾ നീങ്ങുന്നു, വെറുപ്പ് നീങ്ങുന്നു, കൃപ നിറയുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തോടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിൽ ശുശ്രൂഷ ആരംഭിച്ച കർത്താവേ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന വായനയോടുകൂടെ ദൗത്യം ആരംഭിച്ച കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിലേക്ക് അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി പകർന്നു കിട്ടാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഏലീഷ ഏലിയായുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ആഗ്രഹിച്ചതുപോലെ കർത്താവേ, ഞങ്ങളും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന യോഹന്നാന് അങ്ങയുടെ ഹൃദയത്തിൻ്റെ കാരുണ്യവും അങ്ങയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ മിടിപ്പും അവിടുന്ന് വെളിവാക്കി കൊടുത്തതുപോലെ ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്കും അങ്ങയുടെ സ്നേഹത്തിൻ്റെ മിടിപ്പ് അവിടുന്ന് നൽകുവാൻ, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകം പകർന്നു കിട്ടുവാൻ കൊതിയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ത്യത്താഴവേളയിൽ അവിടുത്തെ തിരുവിലാവോട് ചേർന്നിരുന്ന യോഹന്നാന് അങ്ങയുടെ ഹൃദയത്തിൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മിടിപ്പ് അവിടുന്ന് പകർന്നു കൊടുത്തതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുത്തെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയുടെ ചൈതന്യം പകർന്നു തരണമേ എന്ന് ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കുക. ഈ നിമിഷങ്ങളിൽ അത്ഭുതകരമായ ഒരു ദൈവശക്തി ഈ പ്രാർത്ഥിക്കുന്ന മുഴുവൻ സമൂഹത്തിന് മേലെ വ്യാപരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവായ യേശുവേ, അങ്ങയുടെ ആത്മാവിനെ ഇപ്പോൾ ഈ ദൈവജനത്തിലേക്ക് പകരണമേ. ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതങ്ങളിലേക്ക് തീരുമാനമെടുക്കാനുള്ള ശക്തി ലഭിക്കട്ടെ. ചില മക്കൾ പഠിക്കാൻ
എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നാളുകളായിട്ട് ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെയേറെ കഷ്ടതയും ഞെരുക്കവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ ആ വിഷയങ്ങളുടെ മേലൊരു ആധിപത്യം അവർക്ക് കൊടുക്കണമേ. അനേകം മക്കളിലേക്ക് ഇപ്പോൾ തന്നെ ഒരു വലിയ പ്രകാശം നിറയുന്നുണ്ട്. യേശുവിൻ്റെ ആത്മാവ് ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിലേക്ക് നിറയുന്നുണ്ട്. യോഹന്നാൻ 14:26 പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചവ അനുസ്മരിപ്പിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയാൽ പഠന വൈകല്യം അനുഭവിക്കുന്ന ഓരോ മക്കളിലേക്കും ഇപ്പോൾ തന്നെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, വിവേകം, വിശുദ്ധി, ആത്മധൈര്യം ലഭിക്കുന്ന നിമിഷങ്ങളാണ്. ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ച്, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചെന്ന് പ്രാർത്ഥിച്ച്, ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ഒന്ന് ജ്വലിക്കട്ടെ. ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈ നിമിഷങ്ങളിൽ മാതാപിതാക്കളും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, ഓരോ മക്കളിലേക്ക് ഒരു കൃപ ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ച്, ശക്തി ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ. ചില കാര്യങ്ങളിൽ ഒരു ഉയർച്ചയില്ല, ചില രോഗങ്ങൾ വിട്ടുമാറുന്നില്ല, ചില തടസ്സങ്ങൾ നീങ്ങുന്നില്ല. വിശ്വസിച്ച് പ്രാർത്ഥിച്ച്, ഇതേ ആത്മാവിൻ്റെ ശക്തി നിന്നിലേക്ക് പുറപ്പെടുന്ന സമയമാണ്. ഇതേ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അത്ഭുതകരമായ ഒരു പ്രകാശം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന, നിന്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ, തിന്മകൾ നീക്കി, തടസ്സങ്ങൾ നീക്കി, അസ്വസ്ഥകൾ നീക്കി കൃപ പകരുന്ന സമയമാണ്. ബന്ധനം അടിയപ്പെടുത്തെ, എല്ലാ അന്ധകാരം നീങ്ങട്ടെ, അസ്വസ്ഥ നീങ്ങട്ടെ, രോഗം നീങ്ങട്ടെ, പാപം നീങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്മ തിന്മയെ വിവേചിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ വഴിവിട്ടു പോകുന്ന മക്കളുടെ ജീവിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ജീവിതം മുഴുവനെയും ശാന്തമായി നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. ആത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ആത്മാവിനെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഉജ്ജ്വലിക്കട്ടെ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും അറിയത്തില്ലാത്തതായ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നന്മയെ ആശ്രയിച്ച് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ലോകത്തിൻ്റെ വശ്യതയിൽ അകപ്പെട്ടു പോകുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിൽ ആത്മാവ് നിറയട്ടെ. ആത്മാവ് ഞങ്ങളെ ഒരിക്കലും പാപത്തിൻ്റെ വഴികളിലൂടെ നയിക്കുകയില്ലല്ലോ. ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. ദൈവാത്മാവിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന എല്ലാ പാപ സാഹചര്യങ്ങളെയും, പാപവ്യക്തികളെയും, പാപവഴികളെയും, പാപവസ്തുക്കളെയും പൂർണ്ണമായി വെറുത്തുപേക്ഷിക്കാൻ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ശക്തിയെ ഞങ്ങളിൽ എല്ലാവരിലേക്കും ഈ നിമിഷം നിറയണമേ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാവരിലേക്കും ആത്മാവിൻ്റെ വലിയൊരു നിറവ് സംഭവിക്കുന്നു. ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, എൻ്റെ ഉള്ളിൽ ഈ സമയത്ത് ആത്മാവ് നിറയണം. എല്ലാവരും മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ആത്മാവിൻ്റെ വലിയൊരു അഭിഷേകം എൻ്റെ ഹൃദയത്തിലേക്ക് നിറയപ്പെടണം. ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആത്മാവിൻ്റെ ശക്തി പ്രവഹിക്കുന്നത്. ദിവ്യകാരുണ്യത്തിന് ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. എല്ലാവരും വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ ശ്രവിക്കുന്നതായ ആ മാധ്യമത്തോടൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, ഇപ്പോൾ തന്നെ അവിടെ നിന്നൊരു ശക്തി പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ നിന്നൊരു അഭിഷേകം പുറപ്പെടുന്നുണ്ട്. ആത്മാവിൻ്റെ ഒരു കൃപ ഓരോ മനസ്സുകളിലേക്ക് ലഭിക്കുന്ന സമയമാണ്. എല്ലാ ജീവിതങ്ങളിലേക്കും ലഭിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ദൈവമേ ആരാധന. ഈ ദിവ്യകാരുണ്യത്തിൽ ഇപ്പോൾ തന്നെ ശക്തി പുറപ്പെടുന്നു. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആത്മാവിൻ്റെ പ്രഭ പുറപ്പെടുന്നു. അനേകരുടെ ജീവിതങ്ങളിലെ അന്ധകാരാവസ്ഥകൾ നീങ്ങി, അനേക കുടുംബങ്ങളിലെ ഇരുളിമ നീങ്ങി വലിയൊരു പ്രകാശം നിറയുന്നുണ്ട്. ശക്തി വ്യാപരിക്കുന്നുണ്ട്, അഭിഷേകം നിറയുന്നുണ്ട്, കൃപ നിറയുന്നുണ്ട്, ബന്ധനം അഴിയുന്നുണ്ട്, രോഗപീഠകൾ മാറുന്നു, ശക്തി വ്യാപരിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.